ഹലോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്പി നെയ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല 2 കറിയും കൂടി ചട്നീസും കൂടി റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഞാൻ അരക്കാൻ എങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഉഴുന്നും അതുപോലെ അരിയും ചോറും കൂടിയിട്ടാണ് നോർമലി എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സ്പൂണ് ചോറ്, ഇത്രയാണ്. ഞാൻ ആദ്യം സെപ്പറേറ്റ് തന്നെ ആയിട്ടാണ് ഇങ്ങനെ അരക്കുകയും ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെള്ളത്തിൽ ഉഴുന്ന് അരച്ചു. ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെയാണ് അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് അരക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി നല്ല പഫ്നെസ് വരികയും ചെയ്യും. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ സെയിം ബാറ്ററിൽ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ്. നല്ല ഇതിൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത് ഒരുമിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുമിച്ചും ഞാൻ അങ്ങനെ അരക്കാറുണ്ട്. ഞാൻ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം രാവിലത്തേക്ക് നമ്മളത് എടുക്കുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ആദ്യം തന്നെ കറിക്കുള്ള പരിപാടികളാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ചട്നി ഉണ്ടാക്കാം നമുക്ക് ആദ്യം തന്നെ. ഉള്ളി, വെളുത്തുള്ളി, വലിയ ഉള്ളിയാണ്, സവാള, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ 2-3-4 ഉണക്കമുളക് ഇടാം. അതില്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നോർമൽ തേങ്ങാ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും കൂട്ടിയിട്ട് അരച്ച് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസ്, അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഒന്നെങ്കിൽ സുർക്ക ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുളി ഉപയോഗിക്കാം. പുളിയാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി രണ്ടിലും ചെറുതായിട്ടൊന്ന് തൂമിച്ചിട്ട് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് വറുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ളതിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡ്ഡലി, അങ്ങനെ 2 ദിവസം ഉപയോഗിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുളിക്കാൻ വെക്കുന്നതിന് മുന്നേ തന്നെ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നാളെ ഉണ്ടാക്കാനാണെങ്കിൽ ഇന്ന് അതിനെ എടുത്തിട്ട് പുറത്ത് വെക്കുക. ഞാൻ നെയ്യൊക്കെ തൂവി നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതേ ബാറ്റർ വെച്ച് പിറ്റേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ.